എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് മെഡൽ എന്ന് പറയുമ്പോൾ ഈ മോസ്റ്റ് എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നതിൻ്റെ രഹസ്യം അല്ലെങ്കിൽ USP എന്താണ്? 2000 ഓൺവേഴ്സാണ് ഞാൻ ബഹറിലൊക്കെ താമസം തുടങ്ങിയത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നല്ല രീതിയിൽ സമയത്ത് ചെയ്തു തീർക്കുക. ബഹ്റിനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബഹ്റിനുകൾക്ക് ട്രെയിൻ ചെയ്ത് ജോലി എടുക്കാൻ സാധിച്ചു. അതൊരു വലിയ ഒരു അഡ്വാൻസാണ്. ധാരാളം കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ബഹ്റിൻസിനെ എംപ്ലോയ് ചെയ്യുന്നത് ഞങ്ങളാണ്. പിന്നെ ബഹ്റിനിലെ ഏറ്റവും വലിയ ലോകത്ത് തന്നെ ഏറ്റവും വലിയ അലൂമിനിയം സ്മെൽറ്റർ അൽബ അത് ചെയ്തു തീർത്തു സമയത്ത്. അത് നല്ല റവന്യൂ ആ ഗവൺമെൻറ്റുണ്ടായി. അത് കഴിഞ്ഞ 90 ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു റിഫൈനറി ബഹ്റിൻ നിർമ്മിച്ചത്. നമ്മൾ നിർമ്മിച്ചപ്പോൾ തീർന്നിട്ട് 1 മാസമേ ഉള്ളൂ. അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ വ്യവസായിയും ആണല്ലേ? അതെ, അതുകൊണ്ടാണ് വളരെ ഒരാളെ നോക്കൂല എങ്ങനെയാണ് ഇത് 5-6 ആൾക്കാർക്ക് മൊത്തം ലോക്കൽസിന് ഉൾപ്പെടെ കൊടുക്കുള്ളൂ. അതിൽ വന്ന് തരുമെന്ന് വെച്ചാൽ ഒരു മഹാഭാഗ്യമാണ്. അത് ഞാൻ പോലും പറഞ്ഞില്ല. ആ ദിവസം ഈ നാഷണൽ ഡേക്കാണ് പറഞ്ഞ ആ ദിവസം നിർബന്ധമായിട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ പണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് ചവറയിൽ നിന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ 10 പൈസ, ഇങ്ങോട്ട് വരാൻ 10 പൈസ, അങ്ങനെ 20 പൈസയായിരുന്നു താങ്കളുടെ ആദ്യ വരുമാനം എന്ന് വേണേൽ പറയാം. അത് ചിലവുള്ള ഇതാണെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് ഒരു ശതകോടീശ്വരനായി എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? ഈ നമ്മൾ സഫർ ചെയ്തെങ്കിലേ ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ. പ്രയാസം നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ അതിന് മുമ്പ് പറഞ്ഞാൽ ഒരു 15 വയസ്സ് ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും 10-20 ജോലിക്കാരാണ് ഈ കൃഷിക്ക്. നെൽകൃഷിക്കാർ കൂടുതൽ ആൾക്കാരുണ്ട്. വിത്തിടാനും ഈ ഞാറ് നടാനും. അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യും. അപ്പം ഈ കർഷകർ നേരിടുന്ന പ്രയാസങ്ങൾ അറിയാം. അവർക്കൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ഈ കർഷകൻ ഒരിക്കലും രക്ഷപ്പെടണമെങ്കിൽ ബിസിനസ് വേണം. അന്നേ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായി. അത് അപ്പം അങ്ങനെ മനസ്സിലെങ്ങനെ വന്നു, ഒരിക്കലും ജോലിക്ക് പോകാൻ പാടില്ല, സ്വന്തം ഒരു ബിസിനസ് തുടങ്ങും. അത് മനസ്സിൽ അന്ന് തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് പഠിക്കാൻ തുടങ്ങി. അതാണ് കാരണം. ഞാൻ ചിന്തിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഒരാളെ പറ്റി നമുക്ക് സ്വന്തം വിശ്വാസം എന്നെ പറ്റി ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടെങ്കിലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. ആ ആത്മവിശ്വാസം എനിക്ക് എങ്ങനെയും ഉണ്ടായി. എവിടെ പോയാലും ജയിക്കും. ഇപ്പോൾ പിന്നെ ഒരു ബിസിനസ് തയ്യാറാൽ എങ്ങനെ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കും. ആ ആത്മവിശ്വാസമുണ്ട്. അതാണ് ഞാൻ ഈശ്വരവിശ്വാസമാണ്. ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സും ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ല ഒന്നും നടക്കില്ല. നമ്മൾ വിചാരിച്ചാലും സം ബ്ലെസ്സിങ്സ് വേണം. താങ്കൾ ഡെവി ചിറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ചിട്ടി, അതെ, അത് പഠിക്കുമ്പോൾ തന്നെ തുടങ്ങി. അന്ന് താങ്കളായിരുന്നു അതിൻ്റെ ഉടമയും തൊഴിലാളിയും. അല്ല, അതെ. ഇന്നിപ്പോൾ 1.5 ലക്ഷത്തിലധികം തൊഴിലാളികൾ താങ്കളോടൊപ്പം ജോലി ചെയ്യും. അതെ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് സ്വന്തം തുടങ്ങുന്ന വെച്ചാൽ നമ്മൾ സ്വന്തം ആദ്യം വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ഏത് ബിസിനസ് ചെയ്യണമെങ്കിലും നമ്മൾ ആ ബിസിനസ് ടൈം സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആര് ബിസിനസ് തുടങ്ങിയാലും ജയിക്കുകയുള്ളൂ. എല്ലാം ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ച് എങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. അപ്പം ആദ്യം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ആ പ്രയാസം നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ എൻ്റെ അന്ന് ക്യാപിറ്റൽ അന്ന് ഞാൻ 10-21 പൈസ തരും. അന്ന് 10,000 രൂപ 100 രൂപയ്ക്ക് 5 രൂപ വെച്ച് പലിശ 60% എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കടകൾക്ക് 90 രൂപ, അപ്പോൾ 4 രൂപ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ വൈകിട്ട് പോയി അത് പിരിക്കണം. അത് കച്ചവടക്കാർ പ്രയാസക്കാരാണ്. അന്ന് വീടി സിഗരറ്റ് വിറ്റാൽ പൈസ ഉണ്ടാക്കി നാരങ്ങ വെള്ളം. ഈ അന്ന് നമ്മൾ ആദ്യമേ പൈസ കൊടുക്കണം എങ്കിലേ ഇത് ചെയ്യത്തുള്ളൂ. സമയമാകുമ്പോൾ ചിലപ്പോൾ മൂവും. നമ്മൾ വീക്കുന്ന സമയം അറിയാലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടാമത് പോകണം എങ്കിലേ കിട്ടുള്ളൂ. താങ്കൾ തന്നെയാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ തന്നെ ചെയ്യുന്നത്. ആ തുടക്കത്തിൽ ഒരു വർഷം, പിന്നെ ആൾക്കാരെ വേറെ എംപ്ലോയി ചെയ്യും. ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയുന്നവരോട് ഒരു അലിവുണ്ടായിരുന്നു അല്ലേ? അന്ന് തൊട്ടുണ്ടാകും. അത് മനപ്രയാസമുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വളർന്നത് ഒരു വലിയ അനുഗ്രഹമായി. ഒരുപാട് പ്രയാസങ്ങൾ കാണുമ്പോൾ എനിക്ക് പ്രയാസമാണ്. നമ്മൾ എന്ത് സഹായങ്ങളും ആക്ച്വലാണെങ്കിൽ എങ്കിലും അങ്ങേ ഒരു മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എനിക്കെപ്പോഴും എൻ്റെ കൂടെ എൻ്റെ എംപ്ലോയീസ് ഉണ്ട്. ഈശ്വരൻ്റെ ശക്തിയുണ്ട്. ഒറ്റയ്ക്കല്ല എന്നുള്ളതല്ല. അപ്പോൾ അത് ഒന്നും പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. നിരാശ തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്? നിരാശ ഉണ്ടാകും. അയാൾ അങ്ങനെ ചെയ്തല്ലോ. ഇല്ല, അങ്ങനല്ല. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ഞാൻ മുഖാന്തരം വേൾഡിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതം നല്ല രീതിയാക്കിയിട്ടുണ്ട്. ജീവിത നിലവാരം. ഇപ്പം ഞാൻ 2000 കല്യാണം നടത്തിയിട്ടുണ്ട്. ഓരോ താങ്ക്സ് മോർ ലെറ്റർ പോലും അയച്ചിട്ടില്ല. അത് കല്യാണം കഴിഞ്ഞ് പോയി പറയാം. പിന്നെ ഷെയ്മാണ് ഇങ്ങനെ കല്യാണം നടന്നു അവർക്ക് ഷെയ്മാണ്. അവിടെ പറയത്തില്ല.
അത് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. ഇല്ല. പക്ഷെ ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരാൾ ഒന്ന് വാക്കുകൊണ്ട് സഹായിച്ചാൽ ഞാൻ മറക്കില്ല. മറക്കില്ല. മറക്കാൻ പാടില്ല. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അങ്ങനെ വേണ്ടി ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ. ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അത് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ബിസിനസ് പോളിസി മക്കൾ കരഞ്ഞ ഒരു കണ്ണീര് കൊണ്ട് നമ്മളൊരു പൈസ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മെയിൻ. മറ്റൊരാളുടെ കണ്ണീര് വീഴരുത്. വീഴാതുള്ള പൈസ അതിലങ്ങനെ നിർബന്ധമുണ്ട്. അത് എങ്കിലേ ജീവിതമുള്ളൂ. അത് അങ്ങനെ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് വളർന്നു വന്നത്. അന്നേരം നമ്മുടെ ഒരു അല്ല ഒരു യൗവനത്തിലൊക്കെ പണം കിട്ടിയിരുന്നെങ്കിൽ അത് വാങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു യാത്രയ്ക്ക് പോകാമായിരുന്നു. താങ്കളുടെ ചിന്ത ആ വഴിക്കായിരുന്നു അന്ന്? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ പണം വരുമ്പോൾ നമ്മൾ പണ്ടത്തെ കാര്യമാണ് ചോദിക്കുന്നത്. പണം വരുമ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അത് വാങ്ങാം, ഇത് വാങ്ങാം, അല്ലെ കാറ് വാങ്ങാം, അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാറ് വാങ്ങിയത് എപ്പോഴാണ് ആദ്യം കാറ് വാങ്ങിയത്? ഞാൻ ഇവിടെ ഫാമിലിയുടെ കാറുണ്ടായിരുന്നു. ഗൾഫിൽ പോയിട്ട് ആദ്യം വാങ്ങിയത് കാറ് അന്നെൻ്റെ പൈസ ഉണ്ട്. ഒരു സൗദി എന്ന് വെച്ചു. അവർ വിചാരിച്ചു ഇന്ത്യക്കാർക്ക് പൈസ ഇല്ല. അപ്പോൾ അയാൾക്കറിയാം ഞാൻ ഇച്ചിരി ഇതുണ്ട്. ഈ കാറ് അത് ഹോണ്ട കാറാണ്. അപ്പോൾ ഈ വിലയാണെങ്കിൽ കാറ് തരാമെന്ന് പറഞ്ഞാൽ ഏക്കത്ത് പറഞ്ഞാൽ അപ്പം പൈസ കൊടുത്തു. അപ്പോൾ വണ്ടി വാങ്ങി. അതാണ് ആദ്യം വാങ്ങി. ആദ്യത്തെ പിന്നീട് പക്ഷേ പലതരം റോൾസ് റോയ്സ് അടക്കം. റോൾസ് റോയ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒരുമിച്ച് 4 റോൾസ് റോയ്സ് ബുക്ക് ചെയ്ത ഒരാൾ ഞാനാണ്. ഇന്ത്യല്ലോ അവർക്ക് തന്നെ. അപ്പം തന്നെ അതുകൊണ്ട് ഇപ്പം 100ാമത്തെ വർഷം ആഘോഷിക്കുകയാണ് കാറിൻ്റെ ഈ റോൾസ് റോയ്സ്. അപ്പോൾ അവർ 10 കാറ് ലോകത്തുണ്ടാക്കുന്നുണ്ട്. അതിലൊരു കാർ ഈ വർഷം അവർക്ക് തരികയാണ്. ശരിയാണ്. റോൾസ് റോയ്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം. ഏറ്റവും ബെസ്റ്റ് കാർ റോൾസ് റോയ്സ് ആണ്. എൻ്റെ സ്വന്തം ഫ്ലൈറ്റ് അടുത്ത മാസം വരും. അതെ, എയർബസ് ആണ്. ഗൾഫ് സ്ട്രീം. അതെ. അത് ശരി. ഏറ്റവും പുതിയ മോഡലാണ്. അത് ഈ ഇന്നലെ 29 കഴിഞ്ഞ മാസം കിട്ടേണ്ടായിരുന്നു 29ാം തീയതി. അത് ഈ മാസം 18ാം തീയതി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അടുത്ത മാസം നമ്മൾ ആദ്യം യാത്ര ചെയ്യാൻ പറ്റിയത് അടുത്ത മാർച്ച് 2ാം തീയതി. അത് ശരി. അന്നേരം ആദ്യം ഒരു കാറ് വാങ്ങുന്നതിനെക്കാട്ടിൽ ഇപ്പോൾ ഒരു വിമാനം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഹെലികോപ്റ്റർ വാങ്ങിയല്ലോ. ഹെലികോപ്റ്റർ നേരത്തെ വാങ്ങി. അത് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഹെലികോപ്റ്റർ ഇല്ല. അത് എയർബസിൻ്റെ ആയിരുന്നു. അത് ഹെലികോപ്റ്റർ ബസ്സായിരുന്നു. ഇത് ഗൾഫ് സ്ട്രീമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ വരുമ്പോൾ എപ്പോഴും പഴയ കാലം ഓർക്കുമോ? എന്നും പഴയ കാലം ഓർക്കും. ഞാൻ വീട്ടിൽ നിൽക്കുമ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കൈലിയും ബന്യനുമാണ്. കൈയുള്ള ബന്യനാണ് വീട്ടിലിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അച്ഛനിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താണ് ജീവിതത്തിൽ? അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ പറയാനുള്ളത്? അച്ഛൻ്റെ ഒക്കെ കൃഷി ജീവിക്കണം എന്നുള്ളതാണ്. അതാണ് അവരുടെ ധാരണ. എന്നായിരുന്നു ഇഷ്ടം പോലെ നിലവും പുരയിടവും. ശരിയാണ്. പുരയിടം ഒരിക്കലും ഒരിക്കലും ആരെയും ചതിക്കില്ല. ചിലപ്പം സ്ലിപ്പ് ചെയ്യും. പക്ഷേ എപ്പോഴും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഒരു ഡെഡ് അസറ്റ് അല്ലത്. ഇല്ല. കാരണം വെച്ചാൽ ലാൻഡ് ഇത്രയേ ഉള്ളൂ. ലാൻഡ് വളരുന്നില്ല. പോപ്പുലേഷൻ വളരുന്നുണ്ട്, പൈസ വളരുന്നുണ്ട്. വാങ്ങാൻ പറ്റുമോ? അത് ശരി അല്ലേ? ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചു. ഇതിപ്പം അത് അന്ന സമയത്ത് വാങ്ങിച്ചു. ഇപ്പം എന്തൊരു കൊടുത്താലും ഞാൻ വിൽക്കില്ല. അതാണ് ലാൻഡ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭൂമി എപ്പോഴും ഒരു സ്വർണത്തിൻ്റെ വിലയുള്ള ഇതാണ് അല്ലേ? ഭൂമിയുടെ വില ഭൂമി ഒരിക്കലും വളരില്ല അല്ലേ? ഭൂമി സയൻസ് ഭൂമിയാണ്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ഒരു വലിയ കർഷകനായിരുന്നു. അതെ. അമ്മയെക്കുറിച്ച് അമ്മ എങ്ങനെയായിരുന്നു അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത്? അമ്മയാണ് എൻ്റെ കാണപ്പെട്ട ദൈവമാണ്. എല്ലാ പ്രയാസവും എനിക്ക് അമ്മയുടെ ഏറ്റവും വലിയ സ്നേഹം ഇപ്പോഴും അമ്മയുടെ പ്രശ്നമാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മ, അച്ഛൻ, അപ്പൂപ്പന്മാർ, അമ്മമാരെയും ഈ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് ചെയ്യാറുണ്ട്. അവരെ ഓർത്തിട്ടാണ് എല്ലാ ദിവസവും പൂജാ റൂമിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ എല്ലാ ദിവസവും ഓർക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും പുരുഷൻ്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയും. താങ്കളുടെ ജീവിതത്തിൽ ഭാര്യയുടെ ഒരു സ്ഥാനം എങ്ങനെയാണ്? ഭാര്യ ഞാൻ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് 41ാമത്തെ ദിവസമാണ്. 41 വർഷം കഴിഞ്ഞു ഇന്ന്. ഓക്കെ. പക്ഷേ വൈഫ് എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും വൈഫിൻ്റെ സപ്പോർട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും നെഗറ്റീവ് പറയത്തില്ല, പോസിറ്റീവ് എന്ന് പറയും. പോസിറ്റീവ് എനർജിയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം വെച്ചാൽ വൈഫും ഹസ്ബൻഡും ഒരുമിച്ച് പോവുക അല്ലേ? ഇപ്പം പ്രയാസം വരുമ്പം വീട്ടിൽ വരുമ്പം
വഴക്കായ തലവേദന ഉണ്ടാവും അല്ലേ? അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു വൈഫിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതെ, ആ രീതിയിൽ അത് വലിയ വലിയ വിജയമായി. വിജയമാണ്. അതൊരു ഈശ്വരാനുഗ്രഹമാണ്. അതെ, തീർച്ചയായിട്ടും. ബഹ്റിനിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബഹ്റിനിലേക്ക് ആദ്യം ഞാൻ ആദ്യം ഇവിടെ പോയി 1978 സൗദിയിൽ അൽഖബർ എന്ന സ്ഥലത്താണ്. സൗദി വലിയ സ്ഥലമാണ് ഇന്ത്യ പോലെ. അതെ. ഇവിടെ എല്ലായിടത്തും ബിസിനസ് ചെയ്തിട്ടുണ്ട്. സന്തോഷത്തോട്ട് പറയട്ടെ, കുവൈറ്റിൽ, സൗദി, അബുദാബി, ബഹ്റൈൻ ആൻഡ് ഖത്തർ ഏറ്റവും വലിയ റിഫൈനറീസും ഗ്യാസ് പ്ലാന്റ് ചെയ്തത് നമ്മുടെ പിന്നെ കൂടുതലും. പക്ഷെ അതെല്ലാം ചെയ്ത് ഇന്ത്യക്കാരും മലയാളികളുമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. തുടങ്ങുന്ന സമയത്ത് ഈ എനർജി ഇല്ലെങ്കിൽ ലോകമില്ല. അതിനകത്ത് നമ്മുടെ ഇന്ത്യക്കാർ ഒട്ടുമില്ലായിരുന്നു. നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്താണ് ഈ വർക്കേഴ്സിനെ എടുത്തത്. ആദ്യം നമ്മളൊരു വലിയ വർക്ക് ഖത്തറിൽ കിട്ടുമ്പോൾ അവർ പറഞ്ഞു ഇന്ത്യക്കാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഫിലിപ്പീൻസിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചലഞ്ചായിട്ട് എടുത്ത്, ഇതിൻ്റെ ചലഞ്ചല്ല, നമ്മൾ ഇന്ത്യക്കാരുടെ ചലഞ്ചായിട്ട് എടുത്തു, നമ്മൾ വിജയിച്ചു. തൊഴിലാളികളായിരുന്നു കൂടുതലും വന്നിരുന്നത്. ഇപ്പോൾ ഉയർന്ന ഉന്നത പദവികളിലേക്ക് മലയാളികൾ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ 15,000 എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ടുണ്ട്. നമുക്ക് 10,000 എഞ്ചിനീയേഴ്സ് വർക്കുണ്ട്. അവർ വളരെ സ്മാർട്ടാണ്. ഇപ്പോഴത്തെ പുതിയ വളരെ സ്മാർട്ടാണ്. അവർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇവർ ചെയ്യുന്നത് ജപ്പാനീസ്, കൊറിയൻസ് അവരോട് ചേർന്നാണ്. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നു. ജോലി എടുക്കുന്നതിൽ ഏറ്റവും മിടുക്കരാരാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ? അതിൻ്റെ കാരണം വെച്ചല്ലേ, ഈ ഗൾഫിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. മറ്റു രാജ്യം ഫിലിപ്പീനും പിന്നെ നേപ്പാൾ അങ്ങനെ ആൾക്കാർ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ നമ്മുടെ മനസ്സിനെ അപ്പോൾ അതുകൊണ്ട് അതാണ് മെയിൻ കാരണം. അത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അന്ന് ഏറ്റവും കൂടുതൽ ഇതുള്ള നമ്മുടെ കേരളക്കാർക്കാണ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം കേരള മലയാളികളൊക്കെ പ്രധാനപ്പെട്ട പദവികളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ വർക്കേഴ്സ് ഇപ്പം മലയാളികളില്ല, ഒട്ടും കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മെയിൻലി നമുക്ക് കിട്ടുന്നത് നേപ്പാൾ, ഇന്ത്യയിൽ തന്നെ ബീഹാർ, UP, ഉത്തരാഖണ്ഡ് ആ സ്ഥലങ്ങളിലാണ്. ഈ ഗൾഫിൽ തൊഴിലവസരങ്ങൾ കുറയുന്നുണ്ടോ? ഇനിയും അടുത്തൊരു 10-25 വർഷം ഇങ്ങനെ തന്നെ പോകും. 25 വർഷം ഇങ്ങനെ തന്നെ പോകും. അപ്പോൾ അങ്ങ് തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ആൾക്കാർ അങ്ങോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ കൂടുതൽ എടുക്കും. ഈ വർഷത്തെ പുതിയ വർഷമാണല്ലോ, ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്താണ്? പുതിയ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ ഇനിയും ഇപ്പോൾ നമ്മൾ 1.5 ലക്ഷം ഉണ്ട്. ചിലപ്പോൾ 25,000 പുതിയ അവസരങ്ങളുണ്ടാവും. ഇപ്പോൾ പുതിയ 2 വർക്കുകൾ ഈ അടുത്തൊരു 3 മാസത്തിനകത്ത് സൈൻ ചെയ്യും. കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. നമ്മൾ റിഫൈനറി എനർജി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വലിയ ദുബായിൽ ഒരു 110 മീറ്റർ ഹൈറ്റുള്ള പുതിയ ബിൽഡിംഗ് തുടങ്ങാൻ പോകും നമ്മൾ സ്വന്തമായിട്ട്. അത് ഒരു 1200 ഫ്ലാറ്റ് അതിന് രീതിയിലുള്ള നമ്മൾ നിർമ്മിച്ച് വിൽക്കാനും ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ സെപ്റ്റംബറിൽ തുടങ്ങുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ ഹോട്ടൽ ബിസിനസ്സിലെല്ലാം വളരെ സജീവമാണ്. കേരളത്തിൽ ഇനി എന്താണ് പുതിയതായിട്ട്? കേരളത്തിൽ ഒരു 2-3 പുതിയ ബിസിനസ് ഈ ഏരിയയിൽ തുടങ്ങാനുണ്ട്. ഇന്ത്യയിലല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങാനുള്ള സാധ്യത. ശരി, അതേത് സെലക്ട് ചെയ്തു? ഈ നിങ്ങളുടെ ട്രിവാണ്ടത്തിന് മോശമായാൽ പറ്റും ആ വ്യവസായം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ. അതിൻ്റെ എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അപ്രൂവൽ ഡൽഹിയിൽ നിന്ന് കിട്ടണം. തുടങ്ങും. അത് തുടങ്ങിയാൽ 18 മാസത്തിനകത്ത് പണി തീരും. ഇന്ത്യ തന്നെ ഇപ്പോൾ ഒരു 3ാം സാമ്പത്തിക ശക്തിയായി വളരാനുള്ള നീക്കത്തിലാണ്. ഇന്ത്യയുടെ ഒരു ഇമേജ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടില്ലേ? ഉറപ്പായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ 1970 ഇന്ത്യക്കാർക്കൊന്നും വാല്യൂ ഇല്ല. നമ്മുടെ കറൻസിക്ക് വാല്യൂ ഇല്ല. ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഈ ദരിദ്രർ, കർഷകർ, പിന്നെ ഗാർഡനേഴ്സ്, ക്ലീനേഴ്സ്, ഫിഷൻ, അങ്ങനെ ഈ കുക്ക് അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വലിയ മാറ്റം. നമ്മൾ സാമ്പത്തിക സ്ഥിതി മാറുന്നതനുസരിച്ച് നമുക്കൊരു വാല്യൂ ഉണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ വലിയ രീതിയിൽ ഒരുപാട് മാറ്റമുണ്ട്, വളരെ മാറ്റമുണ്ട്.